75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യത്ത് നടന്ന നിരവധി തെരഞ്ഞെടുപ്പുകളിലെ വലിയ മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു അടിയന്തരാവസ്ഥയും അത് ഉയർത്തിവിട്ട വിവാദങ്ങളും. ഇപ്പോഴിതാ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വനിതാ ബില്ലിൻ്റെ പേരിലാണ് രാജ്യം ഇനി വലിയ രാഷ്ട്രീയ പോരിലേക്ക് പോകാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം ഇന്നലെ തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രി ആരംഭിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി റേഡിയോ ടി വി പരിപാടികളിലൂടെ റേഡിയോ പ്രഭാഷണവും ടി വി പരിപാടിയെല്ലാം നടത്തി ഇന്നലെ ചാനലുകളിൽ വന്നിരുന്നു. വളരെ കൃത്യമായി അദ്ദേഹം കോൺഗ്രസിനെ ഈ പ്രതിപക്ഷ ഐക്യത്തിന് മുൻകൈയെടുത്ത മല്ലികാർജ്ജുന ഖാർഗെയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പേരെടുത്ത് പറയാതെ കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയം മോദി ഇന്നലെ വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ DMK എന്ന് പറയുന്നത് കുടുംബ രാഷ്ട്രീയമാണ്. തൃണമൂൽ കോൺഗ്രസും ഒരു പരിധിവരെ ഒരു ഏകാധിപത്യ പ്രവണതയിലുള്ള രാഷ്ട്രീയമാണ്. സമാജ്വാദി പാർട്ടി തീർച്ചയായും കുടുംബ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ, അത് പ്രത്യേകിച്ച് വനിതകളുടെ സംവരണത്തെ എതിർത്തത് കുടുംബ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിൻ്റെ അലയൊലികൾ മോദി ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ട്. വനിതാ സമരത്തിലെ വില്ലന്മാരായി ഈ പാർട്ടികളെ ചിത്രീകരിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയെയും തൃണമൂൽ കോൺഗ്രസിനെയും DMKയെയും കോൺഗ്രസിനെയും തമിഴ്നാട്ടിലും ബംഗാളിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ ചാണക്യതന്ത്രം മോദി തുറന്നു വച്ചിട്ടുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് സമാജ്വാദി പാർട്ടിയാണ് ബാധിക്കുക. തീർച്ചയായിട്ടും സമാജ്വാദി പാർട്ടിയെ സ്ത്രീ സംവരണ വിരോധികളായി ചിത്രീകരിച്ചുള്ള പ്രചരണമായിരിക്കും അവിടെ BJPയുടെ തുറപ്പിച്ചിട്ട്. സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവും സംഘവും എല്ലാം ഇതിനെതിരാണ്. അതായത് ഈ മുലായം സിംഗും സംഘവും എല്ലാവരും വനിതാ ബില്ലിനെതിരാണെന്നുള്ള വലിയ പ്രചരണമായിരിക്കും UPയിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ പ്രതിപക്ഷ നില പ്രധാന പ്രാദേശിക പാർട്ടികളായ ഇടതുപക്ഷത്തെ മോദി പ്രസംഗത്തിൽ തൊട്ടില്ല. കാരണം CPMോ CPIയോ RSPയോ ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യുന്നവരല്ല, അവർക്കൊന്നും ചെയ്യാനുമില്ല എന്ന് മോദിക്കറിയാം. പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു മോഡിയുടെ ഇന്നലത്തെ തന്ത്രം. വനിതാ സംവരണത്തെ മണ്ഡല പുനഃക്രമീകരണമായി ബന്ധിപ്പിക്കും എന്ന് തന്നെയാണ് മോഡിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൻ്റെയും സാരാംശം. അങ്ങനെ ബന്ധിപ്പിച്ചാൽ, ഈ പറയുന്ന പോലെ 50% സീറ്റ് കൂട്ടാതെ നേരിട്ട് ബന്ധിപ്പിച്ചാൽ കേരളം പോലുള്ള സംസ്ഥാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് സുപ്രീം കോടതി പോയാലൊന്നും നിൽക്കുന്നതല്ല. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ 81, 82 ആർട്ടിക്കിളുമായി കൃത്യമായി ഓരോ വോട്ടിന് തുല്യ പൗരന്മാർക്ക് ഒരു പൗരൻ ഒരു വോട്ട്, തുല്യ വോട്ടിന് തുല്യ പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്ന വളരെ ഗൗരവതരമായ ഭരണഘടനാ ഭേദഗതി ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഭരണഘടനാ ഭേദഗതിക്ക് പോകാതെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തി 27 ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തി സെൻസസുമായി ബന്ധപ്പെടുത്തി ഡീലിമിറ്റേഷൻ വന്നാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. വനിതാ സംവരണത്തിന് കോൺഗ്രസ് പാർട്ടികൾ തത്വത്തിൽ എതിരാണെന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് മോദി ഇറങ്ങി പുറപ്പെടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണവും കൂടി 21 സ്ഥലങ്ങളുണ്ട്. അതിൽ ഡൽഹി മാത്രമേ ഇപ്പോൾ വനിതയുള്ളൂ. എന്നാൽ ഇനി ഭാവിയിൽ BJP നിരവധി സ്ഥലങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ തരത്തിലുള്ള രാഷ്ട്രീയവും വരികയാണ്. തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. മമതാ ബാനർജിയുടെ ഒരു ഏകാംഗ പടയോട്ടത്തിൽ അവർ മാത്രമാണ് മുഖ്യമന്ത്രി. അതേസമയം സംവരണത്തിൻ്റെ പേരിൽ വൈകാരികമായ പ്രചരണങ്ങളിലേക്ക് രാജ്യത്തെ തള്ളിവിടുവാൻ തന്നെയാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അതേ നാണയത്തിൽ തന്നെ ജയറാം രമേശ് ഇന്നലെ തിരിച്ചടിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വനിതാ സംവരണ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി രാജ്യത്ത് അഭിസംബോധന നടത്തിയത് ശരിയല്ല, നിരാശയിൽ നിന്നുള്ള പ്രതികരണമാണ് വന്നത്. ബില്ലിന് മേൽ വെള്ളിയാഴ്ച ലോകസഭയിലുണ്ടായ തിരിച്ചടിയിൽ പ്രധാനമന്ത്രിയുടെ നില തെറ്റി ഏകപക്ഷീയമായി സംസാരിക്കുകയല്ലാതെ അദ്ദേഹത്തിന് മാധ്യമ സമ്മേളനത്തിൽ നേടാൻ ധൈര്യമില്ല എന്നുള്ള, ഇത് രാജ്യത്തുള്ള അഭിസംബോധനയല്ല, കോൺഗ്രസിനെ അപഹസിക്കാനുള്ള സംബോധനയാണ് കോൺഗ്രസ് മാധ്യമവിഭാഗം തലവൻ കൂടിയായിട്ടുള്ള ജയറാം രമേശ് കുറ്റപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ തലങ്ങും വിലങ്ങും രാജ്യത്ത് ഡൽഹിയിലും നാസിക്കിലും ബോംബെയിലും മദ്രാസിലും ഹൈദരാബാദിലും തിരുവനന്തപുരത്തും സകല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങളിലേക്ക് മഹിളാ മോർച്ച പോയി കഴിഞ്ഞു. ഡൽഹിയിലൊക്കെ വലിയ സമരമാണ് നടക്കുന്നത്. നേരിട്ട് തന്നെ നരേന്ദ്രമോദി ഇറങ്ങി വനിതാ ബില്ലിന് എതിരെ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ കോൺഗ്രസ് മുന്നണി, ഇന്ത്യ മുന്നണിയിൽ വിള്ളലുണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള തന്നെ വളരെ വളരെ ഗൗരവതരമായ രീതിയിലേക്ക് പോകുമ്പോൾ രണ്ട് പക്ഷക്കാരും വനിതാ സംവരണത്തിൻ്റെ ഉപഭോക്താക്കളായി ഗുണഭോക്താക്കളായി പ്രചരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക്
വനിതാ സമരത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷെ ഡീലിമിറ്റേഷനുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം എന്നുള്ള നിലയിൽ ഇന്ത്യ ക്യാമ്പും വളരെ ഗൗരവമായി രംഗത്തുണ്ട്. ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പാണ്. അതിൽ തമിഴ്നാട്ടിലാണെങ്കിൽ കോൺഗ്രസ് DMK മുന്നണിയാണ്. ബംഗാളിൽ മമതാ ബാനർജിയാണ് ഒന്നാം കക്ഷി. മമതാ ബാനർജിയെ ഈ വിഷയത്തിനും കൂടെ അടിച്ചുകൊണ്ട് എതിർക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രധാന പ്രശ്നമുള്ളത് മമതാ ബാനർജി വനിതയായതുകൊണ്ടും അവിടെ വനിതകൾക്ക് ഒരുപാട് സീറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ടും ബംഗാളിൽ പോയി വനിതാ വിഷയം അടിച്ചാൽ എത്ര ഏൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും വളരെ വലിയ രാഷ്ട്രീയ ഗുസ്തിയാണ് നടക്കുന്നത്. ഈ രാഷ്ട്രീയ ഗുസ്തിയിൽ വരും ദിവസങ്ങളിൽ കേരളം, ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യം 1975 ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇത്രയും വലിയ രാഷ്ട്രീയ വൈര്യത്തോടുകൂടി ഒരു വിഷയത്തിൻ്റെ പുറത്ത് രണ്ട് പാർട്ടികളും ഭരണകക്ഷിയും പ്രതിപക്ഷവും NDAയും UPAയും തമ്മിൽ, UP അല്ല ഇന്ത്യ മുന്നണിയും തമ്മിൽ തർക്കിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന സ്ഥലത്ത് നമ്മുടെ വനിതാ ബില്ല് കയറി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ പോരിൻ്റെ രാഷ്ട്രീയമാണ് വരാൻ പോകുന്നത്. ആസാമിലും മറ്റും ചെയ്തതുപോലെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മണ്ഡല പുനർനിർണ്ണയം നടത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് പ്രാദേശിക പാർട്ടികളെ ബോധ്യപ്പെടുത്തുവാനും മണ്ഡലങ്ങളുടെ കാര്യത്തിലെ വടക്ക് തെക്ക് അനുവാദം ചർച്ചയ്ക്കെടുക്കുവാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കർണാടകത്തിൽ ഉൾപ്പെടെ BJPക്ക് വിശദീകരണം നൽകേണ്ടിയും വരാം. ഉത്തരേന്ത്യൻ മേധാവിത്വം തമിഴ്നാട്ടിലും വൈകാരിക പ്രശ്നമാണ്. വനിതാ ബില്ലിലെ OBC സംവരണത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കാനും പ്രതിപക്ഷത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. അപ്പോഴും രാജ്യത്തെ വനിതാ ബില്ല് തകർത്തവർ എന്ന പേരിൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും തകർത്ത് വിള്ളലുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മോദിയുടെ തന്ത്രം. വരും ദിവസങ്ങളിൽ ആരുടെ രാഷ്ട്രീയമാണ് വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ കരണീയമായിട്ടുള്ളൂ.